പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നു എന്ന് പറഞ്ഞ് അത്രയും ഇകഴ്ത്തി സംസാരിച്ചിട്ട് പോലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ല. ഈ സ്ത്രീയെ അധിക്ഷേപിച്ച ആൾ പറയുന്നത് അവർ കുളിക്കുന്നില്ല, നനക്കുന്നില്ല, വിദ്യാഭ്യാസം നേടുന്നില്ല എന്നൊക്കെയാണ്. വിദ്യാഭ്യാസം നേടിയാൽ ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കളക്ട്രേറ്റ് ഉദ്യോഗസ്ഥനായ രഞ്ജിത്ത് സാർ പറയുന്നതെന്ന് കേൾക്കൂ. ഞാൻ കളക്ട്രേറ്റിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ജാതി അയിത്തം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്കും എൻ്റെ സുഹൃത്തിനും വേണ്ടി പ്രത്യേകം ഹാജർ പുസ്തകം വെച്ചപ്പോൾ ഞാൻ ഓർത്തുപോയി. 1450 വർഷങ്ങൾക്ക് മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചേർത്തു പിടിച്ച ഒരു പ്രവാചകൻ, അത് നബി മുത്തു മുഹമ്മദ് മുസ്തഫ, എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നുവെങ്കിൽ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഇതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ജാതിയുടെ പേരിൽ വിവേചനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു മനോഹരമായ വീഡിയോ നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ? അവരോടാണ് ചോദിക്കുന്നത്, ഈ പാവപ്പെട്ട മനുഷ്യന്മാർ ഇത്രത്തോളം ആക്ഷേപിച്ചിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ലേ? ഇന്ന് കാണാനിടയായ ഒരു വാർത്തയാണിത്. ഞാൻ എസ് പിന്നെ ആയതുകൊണ്ടും നിങ്ങൾ ദേഹം നല്ല സ്മെല്ലാണ്, അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ ദുഷിച്ച മനസ്സുള്ള മനുഷ്യ 21ാം നൂറ്റാണ്ടിലും ജാതിപരമായി ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പാണനല്ല, പറയാനല്ല, പറയുന്നല്ല, നീ ഒരു തമ്പുരാനുമല്ല, ആണെങ്കിൽ ഒരു ഈ പാട്ടിലെ ഈ കഥയിലെ തമ്പുരാൻ ഞാനാണ്. എന്ന താഴേക്കിടയിലുള്ള കുട്ടികളെ ഓടിച്ചിട്ട് പിടിച്ചിട്ടാണെങ്കിലും ശരി, സ്കൂളിലെത്തിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ടീച്ചർമാരും സന്നദ്ധ പ്രവർത്തകരും എന്നെന്നിരിക്കെ ഈ കുട്ടികളെ സ്കൂളിൽ വിടാൻ യാതൊരുവിധ താല്പര്യവും കാണിക്കാത്ത ആ കൂട്ടരോട് എനിക്ക് തീർച്ചയായും വിവേചനമുണ്ട്. നമ്പർ 2, ഈ കണ്ട പുഴകളും കുളങ്ങളും കായലുകളും ഉണ്ടെന്നിരിക്കെ ഈ കാലഘട്ടത്തിൽ കുളിക്കാതെ നനക്കാതെ ചീഞ്ഞനാറി നടക്കുന്ന കൂട്ടരോട് എനിക്ക് വിവേചനമുണ്ട്. നമ്പർ 3, വൈകുന്നേരങ്ങളിൽ കാട്ടറ മരിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ മാത്രം പണിക്ക് പോകുകയും ഈ കാട്ടറമ്മ വിത്ത് ഗ്ലാസ് വെള്ളം തൊടാതെ ഒഴിച്ചടിച്ച് ഇല്ലാത്ത മാടനെ മർദ്ദയെ ആവാഹിച്ച് വീട്ടിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന കുടുംബത്തിലെ പെണ്ണുങ്ങളെയും കുട്ടികളെയും തല്ലിക്കൂട്ടുന്ന മലകളോട് എനിക്ക് വിവേചനമുണ്ട്. അതിനുവേണ്ടി ഇത് പബ്ലിക് ന്യൂസൻസ് ആകുമ്പോൾ ഇത് തടയാനായിട്ട് ചെന്ന അത് തടയാനായിട്ട് ഒന്നായിട്ട് തേപ്പ് വെച്ച് കൊടുത്താൽ നാളെ കളരിക്കാനുള്ള പൈസ നിങ്ങൾ തേക്കുന്നവന്മാർ കൊടുക്കരുത്. നിയമം മുഖാന്തരം യുവമാരുടെ പല്ലിനും നല്ല വിലയാണ്. അതൊരു പിടിയിലാണ്. നമ്പർ 4, കുടുംബത്തിന്റെ കഴുക്കോൽ ഊരിവിട്ടിട്ടാണെങ്കിൽ ശരി, കാലത്ത് മുതൽ ഇതേ പറഞ്ഞ പൂളക്കള്ള പഠിച്ച് കണ്ട പാടത്തും പറമ്പത്തും കലിങ്കിലും അണ്ടി ഉണ്ട തൂക്കിയിട്ട് കുത്തിയിരുന്ന് കൂക്കളായിട്ടമായി നാട്ടുകാരെ വെറുപ്പിക്കുന്ന ഈ കൂട്ടരോട് എനിക്ക് വിവേചനമുണ്ട്. വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടോ? ഭരണകൂടം പോട്ടെ, ഈ ഈഴവരൊക്കെ ഈ പിന്നോക്ക വിഭാഗക്കാരൊക്കെ ഹിന്ദുക്കളാണല്ലോ. ഉണരണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരുത്തൻ, ശശികല ടീച്ചറോ ലക്ഷ്മി കോണോത്തോ പ്രതീഷ് വിശ്വ ആരെങ്കിലും ഇവർക്ക് വേണ്ടി? എടാ, ഈ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരുത്തന്റെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും, അത്രയും ഇകഴ്ത്തി അധിക്ഷേപിച്ച് സംസാരിച്ചിട്ട് പോലും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളില്ല. എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ സംസാരിച്ചവൻ എന്താ പറഞ്ഞത്? അവര് കുളിക്കുന്നില്ല, അവര് നനക്കുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസം അവർ നേടുന്നില്ല. വിദ്യാഭ്യാസം നേടിയാൽ ഇതിൽ നിന്ന് മോചനം കിട്ടുക? മോചനം കിട്ടുമെങ്കിൽ രഞ്ജിത്ത് സാറ് കളക്ട്രേറ്റ് ഉദ്യോഗസ്ഥനാണ്. കേട്ടു നോക്ക് അദ്ദേഹം പറയുന്നത് എന്താണ്? കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന എനിക്ക് ജാതിയുടെ പേരിൽ അയിത്തം നേരിടേണ്ടി വരികയും എനിക്ക് വേണ്ടിയും എൻ്റെ സുഹൃത്തിന് വേണ്ടിയും പ്രത്യേക ഹാജർ പുസ്തകം വെക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഹൃദയം കൊണ്ടോർത്ത് 1450 വർഷങ്ങൾക്ക് മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു പ്രവാചകനെ, അങ്ങനെയാണ് നബി, എൻ്റെ മുത്ത് നബി മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാവപ്പെട്ട ഈഴവര് കുളിക്കാത്തതും നനക്കാത്തതും കൊണ്ടാണോ അവരെ തഴയുന്നത്, അവരോട് അവജ്ഞ കാണിക്കുന്നത്? അല്ല. അങ്ങനെയാണെങ്കിൽ ഈ വാർത്തകൾ മുഴുവൻ കിട്ടുന്നു. സഹപ്രവർത്തകരിൽ നിന്ന് കടുത്ത ജാതി വിവേചനം നേരിടുന്നുവെന്ന് അട്ടപ്പാടി അഗളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ. ശബരിമല മേൽശാന്തി നിയമനത്തിൽ ജാതി വിവേചനം. ഈഴവ സമുദായ അംഗമായ ശാന്തിയുടെ അപേക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരസിച്ചു. മദ്രാസ് IIT-യിൽ ജാതി വിവേചനത്തിനിരയായി മലയാളി അസിസ്റ്റന്റ് പ്രൊഫസർ. തൃശൂർ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിക്ക് ജാതി ഭ്രഷ്ട് എന്ന് പരാതി. വയനാട് മേപ്പാടിയിലെ ഹോട്ടലിൽ ജാതി വിവേചനമെന്ന ആക്ഷേപം. പട്ടികജാതിക്കാരനായ ഓട്ടോ ഡ്രൈവർ മേശയിൽ തൊടാതിരിക്കാൻ പത്രം തിരിച്ച് അതിനു മുകളിൽ ഭക്ഷണപാത്രം വെച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം എന്ന ആക്ഷേപമായിരുന്നു. കഴകം പ്രവർത്തിക്കുന്ന നിയമിതനായ ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി VA ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തിൽ പാവപ്പെട്ട ഈഴവന്മാരെ ഇത്രയധികം ആക്ഷേപിക്കും ജാതി പറഞ്ഞ് 2026 ഈ AI കാലഘട്ടത്തിൽ പോലും അവരോട് അവജ്ഞ കാണിക്കുന്നവരോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇവരെ ആക്ഷേപിച്ച് ഇവർ കുളിക്കത്തില്ല, പല്ല് തേക്കത്തില്ല, വിദ്യാഭ്യാസം നേടുന്നില്ല എന്ന് പറഞ്ഞവരോട് പറയാനുള്ളത്,
ലോകം അവസാനിക്കുന്നത് വരെ ഈ പാവപ്പെട്ട സമൂഹം ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്താ കാണുന്നറിയോ? ഇവരെ ഇങ്ങനെ ആക്കിയതാണ്. ഇവരെ ഉയരാൻ സമ്മതിക്കത്തില്ല എന്ന് മാത്രമല്ല, ഇവര് വിദ്യാഭ്യാസം നേടാത്തതാണെങ്കിൽ ഈ കുറെ ആളുകൾ ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാൻ അവരുടെ മനസ്സും മടുക്കുന്ന രൂപത്തിലേക്ക് അവരുടെ ജീവിത പരിസരത്തെ അങ്ങനെ ആക്കിയത് ഇവിടുത്തെ സവർണ ബോധങ്ങളാണ്. ഇപ്പൊ ഞാൻ ഒരു മീൻ കച്ചവടക്കാരന്റെ മകനാണ്. നീ കേൾക്കണം, ഞാനൊരു മീൻ കച്ചവടക്കാരൻ, അതൊരു ആക്ഷേപമായിട്ട് പറയല്ല, ഒരു കുറച്ചിലായിട്ട് പറയില്ല, അഭിമാനത്തോട് പറയാ, ഒരു മീൻ കച്ചവടക്കാരന്റെ മകനാണ് ഞാൻ. ആലപ്പുഴ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിലെ ഇമാമാണ്. എന്റെ പിന്നിൽ ആ നാട്ടിലെ സർവ്വസമ്പന്നരായ മനുഷ്യന്മാരും എന്റെ പിന്നിലാണ് അണിനിരക്കുന്നത് എന്ന് മാത്രമല്ല, ഞാൻ എന്റെ നെറ്റിത്തണം ഭൂമിയിൽ സാഷ്ടാംഗം ചെയ്യുമ്പോൾ എന്റെ കാലിന്റെ ചോട്ടിൽ ആ പാദത്തോരം ചേർന്നാണ് ആ നാട്ടിലെ പല സമ്പന്നരും സാഷ്ടാംഗം ചെയ്യാറുള്ളത്. ഞാനൊരു മുസ്ലിം ആയതിൽ ഇപ്പോഴും അഭിമാനിക്കുന്നത് എന്തുകൊണ്ടറിയോ? ദൈവത്തിങ്കൽ ധാർമ്മികത കൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ ഏറ്റവും സമീപസ്ഥനാവുകയുള്ളൂ. ഒരിക്കലും നിറമോ വർണ്ണമോ അവന്റെ കുലമഹിമയോ അവന്റെ സമ്പത്തോ ഒന്നും ഇസ്ലാമിൽ യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അതാണ് ബഹുമാനപ്പെട്ട രഞ്ജിത്ത് സാർ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥനായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഹാജർ പട്ടിക അദ്ദേഹം തൊടുമെന്ന് വിചാരിച്ചിട്ട് അതുവരെ മാറ്റുന്നുണ്ടെങ്കിൽ എത്രത്തോളം മതപ്പതിച്ച ആശയങ്ങൾ ഇവരെയൊക്കെ മനസ്സിൽ ഇവർ പേറുന്നുണ്ട്. ഗവൺമെന്റിനോട് അവസാനമായിട്ട് പറയാണ്, ഇത്രത്തോളം ഒരു സമൂഹത്തെ ആക്ഷേപിച്ചിട്ട് പോലും ഇവിടെ ഒരുത്തരും ഉണരാനില്ല. നടപടിയെടുക്കേണ്ടത് നിങ്ങളാണ്. ഈ സമൂഹത്തെ ഇപ്പോഴും ഈ രൂപത്തിൽ കളിയാക്കിയിട്ടും ചലിക്കാതിരിക്കുന്നത്, നിശ്ചലമായിരിക്കുന്നത് ഞങ്ങളൊക്കെ പറയേണ്ടി വരും. നിങ്ങളുടെയൊക്കെ മനസ്സിലും ഈ സവർണ ബോധം ഉള്ളവരാണ് എന്ന്. അല്ലെങ്കിൽ ഇതിനെതിരെയൊക്കെ നിങ്ങൾ നടപടിയെടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.